ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2003 പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ചിടത്തോളം 2003 വളരെ നല്ലൊരു വർഷമായിരുന്നു. ആകെ 4 ചിത്രങ്ങളിലായിരുന്നു കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചത്. ഇതിൽ 2 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൊയ്തു. അതുകൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബന് കരിയറിൽ മികച്ചൊരു ബ്രേക്ക് നൽകിയൊരു വർഷമായിരുന്നു 2003. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച 2003 ആദ്യത്തെ ചിത്രമായിരുന്നു കസ്തൂരിമാൻ. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 4 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം AK ലോഹിദാസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ലോഹിദാസ് തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ കസ്തൂരിമാനിൽ മീര ജാസ്മിൻ ആയിരുന്നു നായികയായി എത്തിയത്. കൊച്ചിൻ ഹനീഫ, ഷമ്മി തിലകൻ, കലാശാല ബാബു തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം മികച്ചൊരു കുടുംബ ചിത്രമായിരുന്നു. കുടുംബ പ്രേക്ഷകർക്കിടയിൽ നല്ല മൗത്ത് പബ്ലിസിറ്റി നേടിയെടുത്ത കസ്തൂരിമാൻ വേർഡ് ഓഫ് മൗത്തിലൂടെ നല്ല കളക്ഷൻ നേടിയെടുത്ത് സാമ്പത്തികമായി വിജയിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. കുഞ്ചാക്കോ ബോബനും മീര ജാസ്മിനും ഷമ്മി തിലകനും മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസേപ്പച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. മുദ്രാസ് നിർമ്മിച്ച കസ്തൂരിമാന്റെ വിജയം കുഞ്ചാക്കോ ബോബനും കരിയറിൽ വഴിത്തിരിവായി. മഹേഷ് മിത്രയുടെ കഥയ്ക്ക് ജെ പള്ളാശ്ശേരിയായിരുന്നു തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. 2003 കുഞ്ചാക്കോ ബോബന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ജൂൺ 20 തിയേറ്ററുകളിലെത്തിയ സ്വപ്നം കൊണ്ട് തുലാഭാരം. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി ആയിരുന്നു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത്. കുഞ്ചാക്കോ ബോബനും തരക്കേടില്ലാത്ത വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം രാജസേനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. രഘുനാഥ് പലേരി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ ശ്രീവിദ്യ, ജനാർദ്ദനൻ, നന്ദന, ശ്രുതിക, ജഗതി ശ്രീകുമാർ, ബിന്ദു പണിക്കർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും സ്വപ്നം കൊണ്ട് തുലാഭാരം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. ഹാഷ് പുഷ് ഫിലിംസിന്റെ ബാനറിൽ ഖാദർ ഹസൻ നിർമ്മിച്ച ഈ ചിത്രം സുരേഷ് ഗോപിക്കും രാജസേനും കുഞ്ചാക്കോ ബോബനും ഒരുപോലെ നിരാശയാണ് സമ്മാനിച്ചത്. ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹര ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 2003 കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 5 തിയേറ്ററുകളിലെത്തിയ സ്വപ്നക്കൂട്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ എന്നിങ്ങനെ 3 നായകന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മീര ജാസ്മിനും ഭാവനയും നായികമാരെ എത്തിയ ഈ ചിത്രം നല്ലൊരു ചിത്രമെന്ന പേര് നേടിയെടുത്തതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെയും യൂത്തിന്റെയും സപ്പോർട്ടിൽ വമ്പൻ വിജയമായിരുന്നു അക്കാലത്ത് നേടിയെടുത്തത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കൈവരിച്ചത്. വൈശാഖ മൂവീസിന്റെ ബാനറിൽ P. രാജൻ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം കമലും ഇക്ബാൽ കുറ്റിപ്പുറവും ചേർന്നായിരുന്നു നിർവഹിച്ചിരുന്നത്. പൃഥ്വിരാജിനും ജയസൂര്യക്കും കുഞ്ചാക്കോ ബോബനും ഏറെ ബ്രേക്ക് നൽകിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയായിരുന്നു നിർവഹിച്ചിരുന്നത്. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. 2003 കുഞ്ചാക്കോ ബോബന്റെ 4ാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു നവംബർ 28 തിയേറ്ററുകളിലെത്തിയ മുല്ലവള്ളിയും തേന്മാവും. രസിക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ VK പ്രകാശ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തമിഴ് നടി ഛായ സിംഗ് നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഇന്ദ്രജിത്തും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ കഴിയാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയമായിരുന്നു. വിന്ധ്യൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ ലാലു അലക്സ്, ഗീതു മോഹൻദാസ്, ശ്രീവിദ്യ, അശോകൻ, മാമുക്കോയ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹര ഗാനങ്ങൾ ഈ ചിത്രത്തിന് മികവേകി. ആകെ സമ്മറി നോക്കുമ്പോൾ 2003 കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച 4 ചിത്രങ്ങളിൽ കസ്തൂരിമാനും സ്വപ്നക്കൂടും വിജയങ്ങളായപ്പോൾ സ്വപ്നം കൊണ്ട് തുലാഭാരം, മുല്ലവള്ളിയും തേന്മാവും എന്നീ 2 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. ഇത്രയുമാണ് 2003 കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.